Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എല്ലാവരെയും കണക്കിലെടുത്തുകൊണ്ട് എടുക്കാൻ പോവുക. എന്നാന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും ഈ കുറച്ച് പ്രായം ചെന്നവർക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടം മീൻകറിയാണ്. അത് പറയുമ്പോഴേ നിങ്ങൾ പറയും ഇന്ന് ഞാൻ മീൻകറിയാണ് വെക്കാൻ പോകുന്നതെന്ന്. ഇന്ന് വെക്കാൻ പോകുന്ന മീൻകറി തന്നെയാന്നു. പക്ഷേ എന്നാന്ന് വെച്ചാൽ നമ്മൾ ദിവസവും കഴിക്കുന്ന എന്നതാ, ഒന്നേലൊന്ന് മുളകിട്ട മീൻകറി ആയിരിക്കും, അല്ലെ തേങ്ങ അരച്ച മീൻകറി, അല്ലെ വറുത്തരച്ച മീൻകറി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലത്തെ ഒരു മീൻകറിയൊക്കെ അല്ലെ നമ്മൾ തന്നെയും പിന്നെയും ഒക്കെ വെക്കുന്നത്. എന്നാൽ ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യൽ മീൻകറിയാണ് വെക്കാൻ പോകുന്നത്. മീൻകറിയുടെ പേര് എന്നാന്ന് വെച്ചാൽ ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒരു ഇച്ചിരി സ്റ്റെപ്പായിട്ട് ചെയ്യാനുള്ളതായതുകൊണ്ട് ഇപ്പം എന്നാ ചെയ്യണം, ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ ഐറ്റം നമ്പർ 1 എന്ന് പറഞ്ഞ് വെച്ച് എഴുതിയെടുത്താൽ മതി. ഇപ്പോൾ ഫസ്റ്റ് ഐറ്റം നമ്പർ 1 ആയിട്ട് എഴുതേണ്ട എന്നാന്ന് വെച്ചാൽ ഇവിടെ ഞാൻ മേടിച്ചേക്കുന്നത് മീൻ മോതയാന്നേ. ഏത് മീനായാലും പ്രശ്നമില്ല, നെമ്മീനായാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ സ്ഥിരം മീൻ പറ്റുന്ന കൂട്ട് എല്ലാം ഒന്നും വേണ്ട. ഇച്ചിരി മഞ്ഞപ്പൊടി വേണം, ഇച്ചിരി മുളക് പൊടി വേണം, നാരങ്ങ നീരാന്നു അടുത്തേ, പക്ഷെ അതില്ലാന്നുണ്ടെങ്കിൽ വിനീഗർ ആയാലും മതി. പിന്നെ കുറച്ച് ഉപ്പ്. ഇത് ഐറ്റം നമ്പർ 1 ആയിട്ട് എഴുതുക. ഇതിന്റെ കൂടെ കുറച്ച് കുരുമുളകും പൊടിയും കൂടെ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇഷ്ടമാന്നേൽ അതുകൂടെ ചേർത്തോളൂ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മാൽവാനി ഫിഷ് കറിക്ക് അതിൻ്റെ മാൽവാനി മസാല പൗഡർ എന്ന് പറഞ്ഞിട്ട് ഒരു പൗഡർ കിട്ടും. അത് സപ്പോസ് നമ്മുടെ ഇവിടേക്ക് വാങ്ങാൻ കിട്ടാനായിട്ട് ഇച്ചിരി പ്രയാസമാണ്, നമ്മൾ തപ്പിയൊക്കെ നടക്കേണ്ടി വരും. അതിലും ഭേദം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച്, അതായത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ സ്പൈസസ് എല്ലാം കൂടെ ചേർത്ത് വെച്ച് നമുക്ക് ആ പൊടി ഇച്ചിരി കൂടുതൽ പൊടിച്ച് വെച്ചാലും തരക്കേടില്ല. കാര്യം നമുക്ക് ഇടാത്ത ഒരു എന്നാ പറയുക ഒരു ഫ്ലേവർ ഒന്നും അല്ല ഈ മീൻകറിക്ക്, നല്ല ടേസ്റ്റ്. അതുകൊണ്ട് ഇച്ചിരി പൊടിച്ചിരുന്നാലും കുഴപ്പമില്ല. ശക്കലം 1-2 പ്രാവശ്യത്തേക്ക് ഉപയോഗിക്കാനായിട്ടുള്ള പൊടി കരുതാനുള്ള സ്പൈസസാണ് ഞാൻ പറയുന്നത്. ഇതൊരു 15 വറ്റൽമുളക് ഉണ്ടാവും. പിന്നെ കുറച്ച് മല്ലി, അതായത് 2 ടേബിൾ സ്പൂണോളം വരും. പിന്നെ കുറച്ച് ജീരകം 1 ടീസ്പൂൺ. ഇത് ഷാ ജീരകമാണ്, നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്നത്. പിന്നെ കുറച്ച് പെരുംജീരകം, ഇച്ചിരി കടുക്. പിന്നെ വേണ്ടിയത് ഇതിനകത്ത് കുറച്ച് സ്പൈസസ് ആണ്. ഇതിനകത്ത് ഉള്ള സ്പൈസസ് ഏതാന്നൊക്കെ കാണിച്ചു തരാം. പട്ടയുണ്ട്, തക്കോലം ഉണ്ട്, ഒരെണ്ണേ ഉള്ളൂ. പിന്നെ ഗ്രാമ്പു ഒരു 3, 4, 5 എണ്ണം. കുറച്ച് കുരുമുളക് കരുതിയിട്ടുണ്ട്, അതും എരിവ് അനുസരിച്ചാണ്. പിന്നെ ഇച്ചിരി ഏലക്ക, ഒരു ഏലക്കായുടെ ഫ്ലേവർ മുന്നേ ഒരുപാടൊന്നും വേണ്ട, ഒരു 3, 4. പിന്നെ കുറച്ച് ജാതിക്ക, ഇത് പൊടിയായാലും കുഴപ്പമില്ല, അതല്ല ജാതിക്കയുടെ അകത്തെ ഉള്ളതാണ്. ഇനി ഉള്ളതാന്നു ഇതാന്നു സ്റ്റോൺ ഫ്ലവർ എന്ന് പറയും. ഇത് കിട്ടിയില്ലെങ്കിൽ മസ്റ്റൊന്നും അല്ല. പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞപ്പൊടി ഇതിനകത്തിടണം, അത് പോയിട്ട് ഒരു ഇച്ചിരി കായം. ഈ കായവും ഒക്കെ ഒത്തിരി ഇടരുത്, ഒരു നുള്ളൊക്കെ ഇടാവുള്ളൂ. എന്ന് വെച്ചാൽ ആ ഒരു അതിൻ്റെ ഒരു മണവും അതിൻ്റെ ആ ഒരു ഗുണവും മാത്രം വന്നാൽ മതി. അല്ലാതെ നമ്മളത് മുന്നിട്ട് നിൽക്കുന്നതല്ല, ആ കായ മുന്നിട്ട് നിൽക്കുന്ന ഒരു മീൻകറി അല്ല ഇത്. അപ്പം അതിനനുസരിച്ചുള്ള ഫ്ലേവേഴ്സ് ചേർത്താൽ മതി. ഇത് ഇത്രയും നമുക്ക് മാൽവ മസാല പൗഡർ ഉണ്ടാക്കാനുള്ള സ്പൈസസ് ആണ് ഈ പറഞ്ഞത്. ഐറ്റം നമ്പർ 2 ആയിട്ട് എഴുതണം. ഇനി എഴുതേണ്ടത് ഐറ്റം നമ്പർ 3 ആ. ഇച്ചിരി കാര്യങ്ങളുണ്ടേ. ഇത് നമ്മൾ വെജിറ്റബിൾ ഓയിലാണ് ചെയ്യുന്നത്, അതല്ല വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ അതും ചെയ്യാം. പിന്നെ അതിന് വേണ്ടിയിട്ട് ഇച്ചിരി കടുക്, ഇച്ചിരി ഉള്ളി, സവാള കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. ഇതിനകത്ത് കൊടംപുളിയാ വേണ്ടേ, കുറച്ച് തേങ്ങാപ്പാല്. ഇത്രയും ഐറ്റം നമ്പർ 3. ഇനി വേണ്ടിയത് കുറച്ച് നമുക്ക് പേസ്റ്റ് ആയിട്ട് അരച്ച് ചേർക്കാനുള്ളതാണ്. അതിന് വേണ്ടിയത് കുറച്ച് തേങ്ങ തിരുമിയത് വേണം, ഒത്തിരി ഒന്നുമില്ല, ഒരു ഇച്ചിരി. പിന്നെ കുറച്ച് വറ്റൽമുളക്, ഇച്ചിരി കശകശ, മസ്റ്റല്ല, കശകശ വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചേക്കുക. അല്ലെന്നുണ്ടെങ്കിൽ മീനിന്റെ അളവ് അനുസരിച്ച് നമ്മൾ എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ ആ ചേർത്ത് അരച്ചാൽ മതി. ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. ഇതിനകത്ത് എക്സ്ട്രാ എന്ന് ഞാൻ പറയുന്നത് ആ പൂ മാത്രമേ ഉള്ളൂ, സ്റ്റോൺ ഫ്ലവർ എന്ന് പറയുന്ന പൂ മാത്രമേ ഉള്ളൂ എക്സ്ട്രാ. അത് മസ്റ്റ് ഒന്നും അല്ല ഇടണം എന്ന്. അതേപോലെ ഞാൻ പറയുന്നത് നിർബന്ധമായിട്ട് ഇടണം എന്ന് പറയുന്നത് കശകശയും പറയുന്നില്ല.
കശകശയും സ്റ്റോൺ ഫ്ലവറും നമുക്ക് സ്കിപ്പ് ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇവിടെ എൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ ഇടാൻ പോവാം. ആദ്യം എന്നാ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ മീൻ നമ്മൾ നല്ലതായിട്ടൊന്ന് പുരട്ടി വെക്കണം. അതായത് നമ്മൾ മീൻ വറക്കാനൊക്കെ പുരട്ടുന്ന സെയിം സാധനം എടുത്താലും കുഴപ്പമൊന്നുമില്ല. അതല്ല, ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്ന മാത്രം ഇട്ടാലും കുഴപ്പമില്ല. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ചല്ല ഇത്രയും മീനുണ്ട്, അന്നേരം ഒരു 4 ടീസ്പൂണൊക്കെ ഇടാം. നാരങ്ങാ നീരില്ലാന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്താലും മതി. ഒരു 2-2.5 ടീസ്പൂൺ. പിന്നെ ഒരു ഇച്ചിരി ഉപ്പ്. ഇത് ഇത്രയും തൽക്കാലം ചേർത്താൽ മതി. പക്ഷെ എന്നാന്നറിയോ, മീൻ പുരട്ടുമ്പോൾ എനിക്ക് എപ്പോഴും ഇഷ്ടം എന്താ അറിയോ, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആ മീൻ വറക്കുമ്പോൾ കാണും. മറന്നു പോകാതിരിക്കാനാന്നേലും ഞാൻ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. നമ്മൾ മീൻ ആദ്യം അരച്ച് പുരട്ടി വറുക്കുക. മിക്സിയിൽ അരച്ചെടുക്കുവാന്നേൽ ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നതിനാ കുരുമുളകും ചെറിയ ഉള്ളിയും കൂടെ അല്ലേ ഉള്ളൂ. അതങ്ങ് ചെറിയ ഉള്ളി സ്കിപ്പ് ചെയ്തേക്കാം, ബാക്കി എല്ലാം അരച്ച് വരട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഈ മീൻ മൊത്തം ഇതിനകത്തോട്ട് ഇട്ടേച്ച് വെള്ളം വേണ്ട, ഒരുപാട് വെള്ളം ഒഴിച്ച് വെച്ച് ഇങ്ങനെ എന്നാ പറയുക, ആ മീനെ പെരളാനില്ലാതെ ഇങ്ങനെ ഒലിച്ചു കിടക്കുന്ന പോലെ ആവരുത്. ആ മീനെ നല്ലതായിട്ട് പെരളുന്ന പോലെ ആയിരിക്കണം. അത് നമ്മൾ ആ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കുഴയ്ക്കുമ്പോഴത്തേന് പെരളുന്നത് കുറച്ച് ആ മീനെ പെരള, അതായത് പറഞ്ഞ ഇങ്ങനെ ഇതേപോലെ നല്ല പെരണ്ടിരിക്കണം. എപ്പോഴും കുറച്ച് നേരത്തെ അരച്ച് പരട്ടി വെക്കുന്ന ഏറ്റവും ടേസ്റ്റ്. അപ്പം മീനയിലെല്ലാം നല്ലതായിട്ട് പിടിക്കും. ഇനി അത് അവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ മാൽവ പൗഡർ എന്ന് ഞാൻ പറഞ്ഞില്ലേ, മാൽവ മസാല പൗഡർ. അതുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മാൽവാനി ഫിഷ് കറി വെക്കാനൊക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ വെക്കുവാണെങ്കിൽ പിന്നെയും നമ്മൾ സാധാ വെക്കുന്ന പോലെ തന്നെ തേങ്ങ അരച്ചതോ അല്ലെങ്കിൽ വറുത്തരച്ചതിൻ്റെ ഒരു ഇതായി പോകും. ഇനി ചീനച്ചട്ടി അങ്ങോട്ട് ചൂടാക്കി വെച്ചാൽ ഓരോ സ്പൈസസ് ആയിട്ട്, അതായത് പെട്ടെന്ന് മൂത്ത് പോകുന്നതല്ല. ആദ്യം നമുക്ക് ഇടാനുള്ളത് മല്ലിയും വറ്റൽമുളകുമാണ്. അത് ഏകദേശം ഒന്ന് മൂത്ത് വാങ്ങാറാവുന്ന സമയത്ത് ബാക്കിയെല്ലാം ചേർത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിലുണ്ടോ ആ ജീരകമൊക്കെ ആന്നേലും ഒരുപാട് മൂക്കാനൊന്നും ഇല്ല, അത്രയും മാത്രം മതി. പിന്നെ കായവാന്നേൽ ചീനച്ചട്ടി ചൂടായിരിക്കുമ്പോൾ തന്നെ ഇട്ടാൽ തന്നെ അത് മൂക്കും, കാര്യം പൊടിയായിട്ടേക്കുന്നത്. ഇനിയിപ്പോൾ കട്ടിക്കായവ ഇടുന്നെങ്കിൽ മല്ലിയും മുളകിൻ്റെ കൂടെ തന്നെ ആദ്യമേ അങ്ങ് മൂക്കാൻ ഇട്ടോണം, അല്ലെന്നുണ്ടെങ്കിൽ അത് പൊടിക്കാൻ ഒക്കിയല്ല. ആദ്യം കുറച്ച് വറ്റൽ മുളക്, അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി മല്ലി. ഇനി ഇതിൻ്റെ കൂടെ മൂക്കാനുള്ളത് ഏതാണെന്നറിയോ, സ്പൈസസ് ഉണ്ട്. പട്ട ഗ്രാമ്പൂ ഒക്കെ നമ്മൾ എടുത്തു വെച്ചില്ലേ, അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലിടാം. ഇതൊരു ഇച്ചിരി മൂപ്പ്, അതായത് നമ്മുടെ വറ്റൽ മുളകിൻ്റെ നിറം ഒന്ന് മാറും, അതേപോലെ മല്ലിയുടെ നിറം ഒന്ന് മാറും. അതാണു അതിൻ്റെ ഒരു കണക്ക്. ഇപ്പം മല്ലിയും മുളകും ഒക്കെ ഒരു ഇച്ചിരി മൂത്ത മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ബാക്കി ജീരകവും പെരിഞ്ജീരകം, ഷാജീരകം, സാദാ ജീരകം ഇതെല്ലാം കൂടെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അതും എല്ലാം കൂടി ഇതിനകത്തോട്ട് ഇടണം. അല്ലെങ്കിൽ നേരത്തെ ഇട്ടാണ്ടല്ലോ, ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു ജീരകമാണ്, ഇതെല്ലാം പെട്ടെന്ന് അങ്ങ് മൂത്ത് പോകും. ഇതെല്ലാം ഇട്ടേച്ച് ഇതൊന്ന് ഇച്ചിരി തീ ഒന്ന് കൂട്ടി കഴിയുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ആ ഒരു മൂക്കുവേ പെട്ടെന്ന് ആ ചീനച്ചട്ടി ചൂടായിരിക്കുന്നോണ്ടാ.
ഇപ്പം നമുക്ക് ആ ജീരകമൊക്കെ പൊട്ടുന്നത് തന്നെ നമുക്ക് അറിയാൻ നോക്കും. അന്നേരം അതങ്ങ് ഓഫ് ചെയ്തേച്ച് ഇതിനകത്തോട്ട് ഒരു 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 1/4 ടീസ്പൂണോളം മതിയാവും കുറച്ച് കായപ്പൊടി, ഈ ചൂട് ചീനച്ചട്ടിയെ തന്നെ. അതിൻ്റെ കൂടത്തിൽ തന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇതാ ചൂടെ തന്നെ ഇരിക്കട്ടെ. ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ചൂടോടെ പൊടിക്കുവാന്നേലും പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. പക്ഷെ നമ്മൾ ചീനച്ചട്ടിയിൽ ഒരുപാട് നേരം വെക്കുവാന്നേലുണ്ടല്ലോ അതിൻ്റെ ആ മൂപ്പ് കുറച്ചുകൂടെ ഒന്ന് മൂത്ത് പോകും. അപ്പം നമുക്ക് അത് അത്രയും വേണ്ട. അന്നേരം ഞാനിതിപ്പോൾ എന്തായാലും മിക്സിയിലോട്ട് മാറ്റിയിട്ട് പൊടിക്കാൻ പോകുന്നില്ല, തണുത്തിട്ടേ പൊടിക്കത്തുള്ളൂ. ഇച്ചിരി നേരം ഇത് ഇവിടെ ഇരിക്കട്ടെ. അന്ന് വെച്ചാൽ നെക്സ്റ്റ് എന്നാ ചെയ്യണമെന്നറിയോ, ഒന്നെങ്കിൽ ഈ സെയിം പാനിലോട്ട് തന്നെ അങ്ങ് നമുക്ക് വറക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ സപ്പോസ് ചില സമയമുണ്ടല്ലോ ഈ മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടെ തന്നെ നമ്മൾ ചിലപ്പോൾ ഒന്ന് പറ്റിച്ചെന്നിരിക്കും. കാര്യം എല്ലാം കൂടെ അടി പിടിച്ചേച്ച് എണ്ണയും കൂടെ ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ വറുത്തേക്കുന്ന മഞ്ഞപ്പൊടിയും കായവും അതെല്ലാം ഒന്ന് കഴുകി കളഞ്ഞേച്ച് നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് മീൻ കുറച്ച് നേരം അതിൽ അരച്ച് പുരട്ടി വെച്ചേക്ക് അത് വറുത്തെടുക്കാം. ശരിക്കും ഉണ്ടല്ലോ മീനൊക്കെ വറുത്തേച്ച് മെയിൻ ഗ്രേവി ചെയ്യേണ്ടത് നമ്മുടെ നല്ല ചട്ടിയെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ എൻ്റെ ഇവിടെ ഉള്ള ചട്ടിക്കകത്ത് നല്ല മീൻകറി വറ്റിച്ച് വെച്ചേക്കും കേട്ടോ. അപ്പോൾ ആ ചട്ടി ഫ്രീ അല്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് പാനിൽ ചെയ്ത് കാണിക്കാം. പാനിൽ ചെയ്താൽ നമ്മുടെ ചട്ടിയോളം രുചി വരുമോ എന്നറിയില്ല. പക്ഷെ എത്രയൊക്കെ ആയാലും മീൻകറി വെക്കുവാന്നേ ചട്ടി വെക്കുന്നതാണ് നല്ലത്. എണ്ണ ചൂടാവുന്ന സമയം ഞാനിതൊന്ന് പൊടിച്ച് നോക്കാം. ഇച്ചിരി കൂടി ഒന്ന് പൊടിയാനുണ്ട്. അത് കുറച്ചുകൂടെ ആ മിക്സി ഒരു ഇച്ചിരി ചൂടായി പോകല്ലേ, അതുകൊണ്ട് അതിനൊരു ഇച്ചിരി ഒരാശ്വാസം കൊടുത്തേച്ച് ബാക്കി പൊടിക്കാം. നമ്മൾ മീൻ വറുക്കുന്ന കൂട്ടൊന്നും ഭയങ്കരമായിട്ട് ഡീപ്പ് ഫ്രൈ ആയിട്ട് വറുത്തെടുക്കരുത്. ഒരു ഷാലോ ഫ്രൈ മതി. അതായത് ഒരു ഇച്ചിരി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് മറിച്ചിട്ടേച്ച് നമ്മുടെ ആ ഒരു ഹാഫ് കുക്ക് മതി. എന്നാൽ നമ്മുടെ ആ പുറം ഭാഗമൊക്കെ ഒന്ന് മൊരിയേം വേണം, അത്ര കണക്കാക്കി എടുത്തേച്ചാൽ മതി. അത് അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ നമ്മൾ മീൻകറി ഇടുമ്പം മീനായിട്ട് ഒരു വേവ് കൊടുക്കണം. എന്നാലേ അതിൻ്റെ ആ ഫിഷിൻ്റെ ഒരു സ്റ്റോക്ക് അതിൻ്റെ വെള്ളവും അതും ഒക്കെ വന്ന് ചേർന്നാലേ മീനിന് കറിക്കൊരു രുചി വരുള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പതുക്കെ സ്ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ കുറച്ചൊന്ന് മറിച്ചിടാൻ എനിക്ക് 2 പ്രാവശ്യമായിട്ടുണ്ട്. നമ്മൾ ആ മീനുണ്ടല്ലോ അതുകൊണ്ട് ഈ പരുവത്തിനെ ഞാൻ മൂപ്പിച്ചിട്ടുള്ളൂ. ഇതിനകത്ത് ഇച്ചിരി അരപ്പുണ്ട്, എന്നാൽ തോരെ മൂത്തിട്ടില്ല, എന്നാൽ ഇച്ചിരി മൂത്തിട്ടുമുണ്ട്. അതേ എണ്ണയിൽ തന്നെ ചട്ടി ആന്നേൽ മീൻ വറുത്തേച്ച് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ആ എണ്ണ ചട്ടിയിലോട്ട് ഒഴിച്ചേച്ചാൽ മതി. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ പാൻ ആയതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ആ പാനിൽ തന്നെ ബാക്കി കറിയും ഉണ്ടാക്കാവേ. അപ്പോൾ ആ സെയിം എണ്ണയിൽ തന്നെ അതൊരു ഇച്ചിരി ചൂടായി കഴിയുമ്പോഴത്തേക്ക് കടുക് ഇതെല്ലാം ഇടുക. അപ്പോൾ അതിന് മുന്നേ എന്നാന്ന് വെച്ചാൽ നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കണം. പേസ്റ്റ് എന്ന് പറയുന്നത് ഇച്ചിരി തേങ്ങ അരച്ച പേസ്റ്റാണ്. അതിനകത്ത് വേണ്ടിയ സാധനങ്ങൾ അപ്പോഴത്തേക്ക് എണ്ണ ചൂടാവേ. ഒരു പിടി എന്ന് പറയുമ്പോൾ ഒരു എന്നാ പറയുന്നത് ഇത്രയും മീനിന് വേണ്ടിയിട്ടുള്ള അരപ്പാണ്. അതിനകത്തോട്ട് ഒരു 6 വറ്റൽ മുളക് എരിവ് കണക്കാക്കിയിട്ട്, ഇത് മുഴുവൻ ഞാൻ ഉപയോഗിക്കുന്ന കാശ്മീരിയ, അതുകൊണ്ട് പിന്നെ എനിക്ക് എരിവ് അത്രയും വരികയില്ല. പക്ഷെ എൻ്റെ കറിക്ക് അന്നേരം നല്ല നിറവും കിട്ടുവേ. പിന്നെ കുറച്ച് കശകശ, ഒന്നെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിൻ്റെ കൂടെ അരയ്ക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഉള്ളി വഴറ്റുന്നതിൻ്റെ കൂടെ വഴറ്റിയാലും മതി. നമുക്കൊരു കാര്യം ചെയ്യാം, ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ നമുക്ക് ഉള്ളിയുടെ കൂടെ ഒന്ന് വഴറ്റാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്, അതിനകത്തോട്ട് കടുക്,
കടുക് പൊട്ടി കഴിഞ്ഞു. ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാള, സവാള നല്ലതായിട്ട് മൂക്കണം. അതിൻ്റെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറണം. മൂത്ത് കഴിഞ്ഞ് നല്ല എന്നാ പറയുക, ഉള്ളി അങ്ങ് വെന്ത് അങ്ങ് കറിയോടെ ചേരിയല്ലേ എന്ന് പറഞ്ഞ പോലെ നല്ലോണം മൂക്കണം. ഏകദേശം ഒന്ന് ബ്രൗൺ ആയാൽ മതി. ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിവിടെ വഴന്ന സമയത്ത് നമുക്ക് ഈ അരപ്പങ്ങ് അരച്ചെടുക്കാവേ. അപ്പം നമ്മൾ ഇതിനകത്ത് എന്നാ ചേർക്കാഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചതാ ചേർക്കാത്ത. അപ്പം ഞാൻ എന്നാ ചെയ്യാൻ പോവാ, ഈ മസാലയ്ക്കകത്ത് അങ്ങ് ചേർക്കുക. അതായത് നമ്മുടെ ഉള്ളി വഴറ്റുന്നതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അങ്ങ് ഇടുക. ഒന്നെങ്കിൽ ഇതിനകത്ത് ഇടുക, അല്ലെന്നുണ്ടെങ്കിൽ അരയ്ക്കുക, ഏതായാലും കുഴപ്പമില്ല. ഇതിനകത്ത് ഇട്ടാനുള്ള ഗുണം എന്നാണെന്നറിയാവോ, കുറച്ചുകൂടെ ഒന്ന് ആ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂത്ത് കിട്ടുവേ. മറ്റേ ആണെങ്കിൽ അരപ്പേ കിടന്നൊന്ന് തിളക്കിയേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒരു എന്നാ പറയുക, ഒരു റോ ടേസ്റ്റ് അങ്ങ് മാറിക്കിട്ടും. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് നല്ല പേസ്റ്റ് പോലെ കശകശ ബേസിക്കലി ചേർക്കുന്നത് ഇറച്ചിയിലാന്നു. ഇറച്ചിയിൽ കശകശ ചേർക്കുന്നത് ഒരു ബോണസ് ആയിട്ടാണ്. കുറച്ച് എന്നാ പറയുന്നത്, കുറച്ച് കൊഴുപ്പും കിട്ടും. അത് മാത്രമല്ല നല്ലൊരു ടേസ്റ്റാണ് ഇറച്ചിക്കറിക്ക് വരുന്നത്. അതേപോലെ മീൻകറി ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആട്ടോ. എന്നാൽ എരിവുണ്ട്. കുറച്ചുകൂടെ നമുക്കൊരു തിക്ക് ഗ്രേവി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു സജഷനും കൂടെ പറയാം. നമുക്ക് ഈ ഉള്ളി നല്ലതായിട്ടൊന്ന് അരച്ച് ചേർത്തേച്ചാലും മതി. അപ്പോൾ പെട്ടെന്ന് അങ്ങ് വെള്ളം വാടിയേച്ച് മുഴുവൻ വെള്ളം പറ്റിപ്പോയിട്ട് ഇത്രയും നേരം പോലും എടുക്കുകയല്ല ഉള്ളി അരച്ച് ചേർക്കുവാന്നേൽ. ഇത് ഇച്ചിരി ഒന്ന് വഴന്നു കഴിഞ്ഞാൽ എന്നാ ചെയ്യണമെന്നറിയാവോ, ഇതിനകത്തോട്ട് വേണമെങ്കിൽ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇച്ചിരി ഉപ്പ് ഇടാം. ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ട. ഇപ്പം ഞാൻ ചേർക്കാത്ത എന്നാന്നോ, മീൻ വറുത്ത എണ്ണയല്ലേ, അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി ഉപ്പൊക്കെ ബേസിക്കലി ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചേർക്കുകയില്ല. പിന്നെ ഇതിനകത്ത് ഇനി ചേർക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം പൊടിച്ചു വെച്ചില്ലേ, മാൽവ മസാല പൗഡർ നമ്മൾ പൊടിച്ചു വെച്ചായിരുന്നു. അതിനകത്ത് നിന്ന് 1 ടേബിൾ സ്പൂൺ പൊടിയിടണം. നമ്മൾ അത്രയും പൊടിച്ച് വെച്ച് അതൊരു 3 മീൻകറി വെക്കാനായിട്ടേ വരുള്ളൂ. അത് നമുക്ക് അടുപ്പിലിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനേ ഉള്ളൂ. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് എണ്ണയെല്ലാം നല്ല ചൂടാണ്. അതുകൊണ്ട് വലിയ നേരം ഒന്നും എടുക്കുകയല്ല മൂക്കാനായിട്ട്. ഇതിനകത്തോട്ട് അരച്ച് വെച്ച് നമ്മുടെ ആ പേസ്റ്റ് ചേർക്കണം. ഇത് ഈ മസാലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത എന്നാന്നറിയോ, ഒരു ഇച്ചിരി നേരത്തേക്കൊന്ന് എണ്ണ തെളിയണേ. എന്നാലേ ആ ഒരു തേങ്ങയുടെ ഒരു പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറത്തുള്ളൂ. ഇതിനകത്തോട്ട് വെള്ളമെല്ലാം പറ്റിയേച്ച് എണ്ണ അങ്ങോട്ട് തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുടംപുളി ഇട്ട് വെച്ചേക്കുന്നില്ലേ, ആ വെള്ളത്തോടെ ചേർത്ത് നമ്മൾ ഇതിനകത്തോട്ട് അങ്ങ് ഒഴിക്കണം. അന്നേച്ച് ഇതിനാവശ്യമുള്ള ഉപ്പ്, ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് ഓൾറെഡി ഉണ്ട്. എന്നാലും നമ്മുടെ മീൻകറിക്ക് ഒരു ഇച്ചിരി ഉപ്പിടണ്ടായോ. തേങ്ങാപ്പാലും ഒക്കെ ചേർക്കാനുള്ള, അന്നേരം ഉപ്പ് കുറയും. ഇനി ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങാപ്പാലിന്റെ പകുതി
തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചേച്ച് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മീനില്ലേ അതിനകത്തോട്ട് ഇടണം. അഥവാ ഒരു ഇച്ചിരി തേങ്ങാപ്പാൽ എന്തായാലും ഞാൻ പകുതി വെച്ചേക്കുന്ന എന്നാന്ന് വെച്ചാൽ ഇതൊന്ന് ഇച്ചിരി നേരം തിളച്ചേച്ച് ബാക്കി പാലും കൂടെ ഒഴിക്കണം. എന്നാൽ ആ മീനിൻ്റെ ഒക്കെ ഒരു എന്നാ പറയുക രുചി ഇതിനകത്തോട്ട് ഇറങ്ങത്തുള്ളൂ. അഥവാ നമ്മൾ ഫസ്റ്റ് ഒഴിക്കുന്ന പാൽ ഇച്ചിരി തികയാതെ പോവാന്നേൽ ഇച്ചിരി വെള്ളം ഒഴിക്കണേ. അപ്പൊ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗസ്റ്റിന്റെ കാര്യം നമ്മൾ ഇതുവരെ പറഞ്ഞില്ലായിരുന്നേ. ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് ആരാന്ന് വെച്ചാൽ സുപ്രസിദ്ധ സിനിമാ താരം, സീരിയൽ താരം, മാത്രമല്ല എൻ്റെ ഒരു ചേച്ചിയും കൂടെയാണ്. ചേച്ചി എന്ന് പറയുമ്പോൾ സീന ചേച്ചിയാണ് ഇന്നിവിടെ വരാൻ പോകുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഈ പ്രാവശ്യം എത്രയോ വർഷങ്ങൾക്ക് ശേഷം കാണുമല്ലേ, അന്നേരം ചേച്ചീനെ ഇച്ചിരി കൊങ്കൺ കോസ്റ്റൽ ഏരിയാസിലൊക്കെ കൊണ്ടുപോയി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിഷ് കറിയും ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ചേച്ചിയുടെ കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ ചില്ലറയൊന്നും അല്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ പറയുവാന്നേൽ അതിൻ്റെയൊക്കെ ഉസ്താദ. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഒരു കൊങ്കൺ ഫിഷ് കറിയൊക്കെ വരാൻ പോകുന്നത്. ബട്ട് സ്റ്റിൽ എന്നാ പറയുക, നമുക്കൊരു എന്നും കഴിക്കുന്നതിന് ഒരു വ്യത്യാസമായ ഒരു നല്ല രുചി കൊടുക്കാമല്ലോ. അതുകൊണ്ടാട്ടോ ഇത്രയും മെനക്കെട്ട് ഇത്രയും ഒരു നല്ലൊരു ഫിഷ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഈ പറഞ്ഞ പോലെ കറിവേപ്പില പറമ്പി നിൽക്കുക, അടുക്കളയും വൃത്തിയാക്കണം. നമ്മുടെ മാൽവാനി ഫിഷ് കറി ഇവിടെ റെഡിയാണേ. ഇപ്പം ഈ ചൂട് ചോറും ചൂട് മീൻകറി ആണെങ്കിൽ പറയണ്ടല്ലോ, കോമ്പിനേഷൻ ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. പക്ഷേ ഈ മീൻകറിക്ക് വൈറ്റ് റൈസ് തന്നെ കേട്ടോ ഏറ്റവും നല്ല. പിന്നെ ഇനി അതിനായിട്ട് മെനക്കെടൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് ചെമ്പാവരി ചോറ, എന്നാൽ ഇച്ചിരി ചൂടാക്കി ഈ ചൂട് മീൻകറിയും കൂടെ ഒന്ന് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ല സ്വാദാ. പിന്നെ ഈ തോരനോ അവിയലോ സാമ്പാറോ ഒന്നും വേണ്ട, ഇത് മാത്രം മതി. പക്ഷെ ഇത് കപ്പയുടെ കൂടെ ഒക്കെ പോകുമെന്നുള്ളത് എനിക്ക് അറിയാൻ മേല. ഒന്ന് ട്രൈ. ഹലോ 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 എത്ര കാലമായി സത്യം ചേച്ചി, എത്ര വർഷമായി എന്ന് പറയൂ. പക്ഷെ അന്ന് കണ്ടേന്ന് ചേച്ചി ഭയങ്കര ട്രിമായി, സ്ലിമായി, ഭയങ്കര ഭംഗിയൊക്കെ വെച്ചു. അയ്യോ താങ്ക് യു. ഭയങ്കര മേക്ക് ഓവർ ചേച്ചിക്ക്. അതെന്താ വെച്ചാൽ അന്ന് നമ്മള് ലാസ്റ്റ് വർക്ക് ചെയ്യുമ്പോ ഗർഭിണിയായിരുന്നു. ആ ചേച്ചി, ഞാനല്ല ചേച്ചി, ഞാൻ അതാ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ ചേച്ചി. 9 months ആയോ? ഇല്ല, ഏകദേശം അടുത്തു. മോനെ ഞാൻ കണ്ടു അതിന് ശേഷം. പിന്നെ ഞാൻ ഇപ്പൊ പരാതി പറയട്ടെ, അവനെ എന്നാ കൊണ്ടുവരാഞ്ഞേ? അവൻ ഡിഗ്രി ഫൈനൽ ഇയർ ആണ്, ബാംഗ്ലൂരാ പഠിക്കുന്നത്. ഓ, അപ്പൊ പിന്നെ അവധിയൊന്നും കാണുകയല്ല. പിള്ളേര് കോളേജ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സൗകര്യത്തിനൊന്നും പിള്ളേരെ വിളിച്ചോട്ട് കിട്ടുകയില്ല. പിന്നെ അവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് മടിയുള്ള കൂട്ടത്തില. ആഹാര കാര്യത്തിലും മടിയാണ്, ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ മടിയാണ്. പക്ഷേ മീഡിയ സ്റ്റഡീസ് ആണ്, ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് ഡയറക്ഷനാണ് പഠിക്കുന്നത്. അപ്പൊ പിന്നെ അമ്മേനെ ഭാവിയിൽ ഡയറക്ട് ചെയ്യും. പറയാൻ പറ്റില്ല. അവൻ എന്നെ ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അവൻ അവിടെ നിന്ന് ചേച്ചിക്ക് ഒരു പെർട്ടിക്കുലർ സീൻ വല്ലതും പറഞ്ഞു തന്നിട്ട് ചേച്ചിക്ക് ദേഷ്യം വന്നാൽ അവനെ നോക്കി എന്നാ പറയും? അവനെ ഒരു ഡയറക്ടർ ആണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. മിക്കവാറും അവനെടുക്കുന്നില്ല, എന്നെ ഇടുമെന്ന് അറിയില്ല. ഉള്ള കാര്യം വെട്ടി തുറന്നു പറയുന്ന ഒരു സ്വഭാവം. അതിനിപ്പോ ഞാനായാലും ശരി, മോനായാലും ശരി, ആരായാലും ശരി. അതുകൊണ്ട് ഒരുപാട് ശത്രുക്കളും ഉണ്ട്. അത് സത്യമാ. ഇല്ല ചേച്ചിക്ക് എന്നോട് പേടിയൊന്നും ഇല്ല ചേച്ചി? ഈ പറഞ്ഞ പോലെ വെട്ടി തുറന്നു പറഞ്ഞാൽ നമുക്ക് ശത്രുക്കൾ. അത് നമ്മൾ അപ്പൊ ചിന്തിക്കുന്നില്ല, അങ്ങനെ ഒരു ആലോചിച്ചിട്ടല്ല പറയുന്നത്. കാരണം നമുക്ക് അപ്പൊ വരുന്ന സത്യസന്ധമായിട്ട് പറയുന്നു, അതുകൊണ്ട് ചിലപ്പോ നമുക്ക് വരാം. അത് അപ്പൊ ഓർക്കുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അയ്യോ വേണ്ട, ഇത് എന്തിനാ ആവശ്യമില്ലാത്ത പറയാൻ പോയി എന്ന് തോന്നാറുണ്ട്. ശരിയാ. ശരിക്കും പറഞ്ഞാൽ ചേച്ചി പക്ക ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ്, പക്ക മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലിയാ. അപ്പൊ ഈ ഫിലിമിലേക്ക് വരുന്നത് തന്നെ ഭയങ്കര നാടകീയ മുഹൂർത്തങ്ങൾ കൊണ്ടായിരിക്കണം, ഇല്ലേ ചേച്ചി? മാത്രമല്ല ഫിലിമിലല്ല ചേച്ചി, ഫസ്റ്റ് നാടകത്തിലാ വരുന്നത്. അപ്പൊ പിന്നെ ആ കാലത്തൊക്കെ ഉള്ള ആ ഒരു പ്രശ്നങ്ങൾ ചേച്ചി ഫേസ് ചെയ്തതും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അത്ര ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം എന്റെ ഇളയമ്മ നിലമ്പൂർ ആയിഷ ആക്ട്രസ് ആയിരുന്നു, ആയിരുന്നാലും ഇപ്പോഴാണ്. അപ്പൊ അവര് വന്ന കാലഘട്ടത്തിലായിരുന്നു ഭയങ്കര മുസ്ലിം ഫാമിലിയിൽ നിന്നൊരു, അതും മലപ്പുറം ജില്ലയിൽ നിന്നൊരു മുസ്ലിം പെൺകുട്ടി പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരുന്നു. ശരിക്കും ചേച്ചി അതൊരു അറിയാൻ ഭയങ്കര ഒരു ആകാംക്ഷയുണ്ട് കേട്ടോ. അതെന്നാന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് ഓൺഗോയിങ് പറഞ്ഞു തീർക്കാവുന്ന ഒരു കാര്യമല്ല. കാരണം പക്ക ഓർത്തഡോക്സ് ഫാമിലിയും കൂടെ ആയതുകൊണ്ട് ചേച്ചി അതെനിക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഹൗ യു ഫേസ്ഡ്, എങ്ങനെ അവരെല്ലാം കൺവിൻസ് ആക്കി ചേച്ചി ഒന്ന് സമാധാനമായിട്ട് നാടകത്തിലോട്ട് പോകുന്നതും സിനിമ അഭിനയിച്ചു.
നമ്മൾ സ്ഥിരം കഴിക്കുന്ന കൂട്ട് ഒരു വ്യത്യാസത്തിൽപ്പെട്ട ഒരു കറിയാണ്. ഇനി പറഞ്ഞേ കഥ എന്ന് പറഞ്ഞേ. കഥ എന്തൊക്കെയാ അറിയേണ്ടത് ചേച്ചി? ആദ്യം സിനിമയിലേക്ക് വന്നപ്പം ഞാൻ പറഞ്ഞില്ല നേരത്തെ ഈ ഓർത്തഡോക്സ് ഫാമിലിന്ന് ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്ത്രീ അവിടുന്ന് ഒരു നാടകത്തിലേക്ക് ഒക്കെ ഇറങ്ങുമ്പോ ഇളയമ ഒരുപാട് പ്രയാസങ്ങൾ മുന്നിട്ട്, അത് വീട്ടുകാരുടെ ഒക്കെ. അപ്പൊ ശരിക്കും അവിടുന്ന് ആ ഇളയമ ഫേസ് ചെയ്ത് തൊട്ട് ചേച്ചി വന്നത് ഒക്കെ എനിക്ക് അങ്ങനെ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ഇളയമൊക്കെ വന്ന് ഞങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ചൊക്കെ ജനങ്ങൾ മാറാൻ തുടങ്ങി. ആ ഒരു സമയത്ത് പറഞ്ഞാൽ മലപ്പുറം ജില്ല ശരിക്കും നമ്മൾ രാഷ്ട്രീയം പറയുന്നില്ലെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയാണ് കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളുടെ ഫാമിലിയിലും കുറേ ആൾക്കാർ അങ്ങനെയാണ്. അപ്പം തന്നെ ഈ ചിന്താഗതി വളരെ വ്യത്യാസമായിരിക്കും, കുറച്ചൊരു വ്യത്യാസം വരും. അങ്ങനെയാണ് ഫാമിലിയിലുള്ളവരൊക്കെ തന്നെ, അത് കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ ജനങ്ങൾ അങ്ങനെയല്ലല്ലോ അവർ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ കുട്ടിക്കാലത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കളിക്കുമ്പോൾ എല്ലാ കുട്ടികളും വേറെ വേറെ കളിയാണ്. ഞങ്ങൾ സ്റ്റേജ് കെട്ടിയിട്ട് ഡ്രാമയാണ് കളിക്കുക, ഞങ്ങളെ വീട്ടിലത്തെ കുട്ടികൾ. അപ്പോൾ ഇളയം അത് കണ്ടപ്പോൾ ഞാനതിൽ കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ അഭിനയിക്കുന്നവരെ തോന്നി. അങ്ങനെയാണ് എന്നെ നാടകത്തിലേക്ക്, ഒരു നാടകം ഈശ്വരൻ അറസ്റ്റിൽ NN പിള്ളയുടെ ഒരു നാടകം, ഒരു അമേച്ചർ ട്രൂപ്പാട് അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇളയം എന്നെ കൊണ്ടുപോയി. റിഹേഴ്സലൊക്കെ അപ്പോൾ വീട്ടിൽ പറയാൻ പറ്റില്ല, ഒരു ഏട്ടൻ ഭയങ്കര പ്രശ്നമാണ് ഈ പറഞ്ഞ പോലെ. അതെ. അപ്പോൾ വാപ്പാൻ്റെ ഫാമിലി ഇതുപോലെ മൂല്യന്മാരുടെ ഫാമിലിയാണ്, ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല നമുക്ക്. ഉമ്മാൻ്റെ ഫാമിലിയാണ് കുറച്ച് ഇങ്ങനെ. അതെ. അപ്പോൾ പിന്നെ ഇളയമ പറഞ്ഞ് നമുക്ക് മൊയ്തുവിനോട് പറയണ്ട, പിന്നെ അങ്ങനെ അറിയാതെ പോവാന്ന്. അങ്ങനെ അറിയാതെയാണ് ഈ റിഹേഴ്സലിനൊക്കെ കൊണ്ടുപോകുന്നത് തന്നെ. അപ്പോൾ എന്നും രാവിലെ റിഹേഴ്സലിന് കൊണ്ടുപോകും, വൈകുന്നേരം വീട്ടിൽ കൊണ്ടാകും. അപ്പോൾ നമ്മളെ കുടുംബത്തിലൊരു ചേച്ചിയുണ്ട്, ഒരു ചെറിയ സംശയം, ഇളയമാൻ്റെ കൂടെയാണല്ലോ പോണേ. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇത്തൻ്റെ കുട്ടി എവിടെ പോണേ എന്ന് ചോദിച്ചു. ഞാൻ ആദ്യമൊക്കെ പറഞ്ഞു ഞാൻ അവിടെ പോകുന്നൊക്കെ പറഞ്ഞു. അല്ല ഞാൻ ആരോടും പറയില്ല, പറഞ്ഞു എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ആരോടും പറയരുതേ. അപ്പം ഞാൻ ഇങ്ങനെ ഒരു നാടകം ചെയ്യുന്നുണ്ട്, പിന്നെ അതിന് പോവുകയാണ്. ആഹാ അത് ശരി, എവിടെയത്? വയനാട്ടിലാണെന്ന് പറഞ്ഞു. എന്നാൽ ശരി എന്ന് പറഞ്ഞു. ഏട്ടൻ വന്നപ്പോൾ തന്നെ പറഞ്ഞതേ പെങ്ങളെ ഇളയമ്മ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നാടകത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട്, പെൺകുട്ടിയാണ്, കല്യാണം വന്നാലൊക്കെ പ്രശ്നമാവും, പ്രത്യേകിച്ച് നമ്മളെ മലപ്പുറം ജില്ലയാണ്, അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചോന്നാണ്. എൻ്റെ അമ്മോ, ഇത് പറയലും വൈകുന്നേരം വന്നിട്ട് അങ്ങ് അടി തുടങ്ങിയ ഏട്ടൻ, ഭയങ്കര ഉപദ്രവം, അടി തന്നെ. അപ്പോൾ ഓരോ അടിക്കും ഞാൻ പറയും എനിക്ക് അഭിനയിക്കണം, നിനക്ക് അഭിനയിക്കണം ഇത് തന്നെ ഞാൻ പറയാം. അങ്ങനെ കേട്ട അപ്പോഴത്തെ, പക്ഷെ എനിക്ക് ആ ഡ്രാമയിൽ അഭിനയിക്കാൻ പറ്റില്ല, തലേ ദിവസമായിരുന്നു ഇത്, എന്നെ അഭിനയിക്കാൻ വിട്ടില്ല അന്ന്. അപ്പോൾ ഏട്ടന് ഇല്ലാത്ത സമയത്ത് ഞങ്ങളൊരു ഡ്രാമ ചെയ്ത്, അങ്ങനെയാണ് അറിഞ്ഞ്. പിന്നെ ഈ സ്റ്റേജിന് ദൂരെ നിന്ന് ഈ നാടകം കണ്ടു. അങ്ങനെ അതെ. അപ്പോൾ സ്നേഹബന്ധം എന്ന് പറഞ്ഞൊരു നാടകം അമ്മാവൻ തന്നെ എഴുതിയൊരു നാടകമായിരുന്നു. അപ്പോൾ പിന്നെ അപ്പോഴാണ് ചേച്ചി ഇളയമാൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞത്, ഇറക്കിക്കോളൂ പക്ഷേ ചീത്തപ്പേര് കേൾക്കരുത്. അപ്പോൾ പിന്നെ സന്തോഷമായി, സമ്മതമായി. അങ്ങനെ അവിടുത്തെ കൊച്ചു കൊച്ചു നാടകങ്ങളിലൊക്കെ അഭിനയിക്കും, അങ്ങനെയാണ്. പിന്നെയാണ് PA ബക്കറിൻ്റെ ചുവന്ന വിത്തുകൾ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് ഒരു കുട്ടിയെ വേണമെന്ന് പറഞ്ഞ സമയത്ത് ഇളയമ പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ഞാൻ അത് ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ട് കലാരംഗത്തായി. ഇളയമയും ഭയങ്കര സപ്പോർട്ട് ആയതുകൊണ്ട് പിന്നെ കാരണവന്മാർക്കൊന്നും വലിയ പ്രശ്നം വന്നില്ല. അല്ല, പിന്നെ ഈ പറയുന്ന ഏട്ടനായിരുന്നു എൻ്റെ ഏറ്റവും എനിക്ക് സപ്പോർട്ട് ചെയ്തിരുന്നത്. ഇപ്പം ഇല്ല, മരിച്ചു. പിന്നെ ഏട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു കഥാപ്രസംഗം എഴുതി തരാം, വലിയ പ്രശ്നമില്ലല്ലോ. ബല്ലാത്തമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കഥാപ്രസംഗം എഴുതി. പിന്നെ അതായി, അത് ഭയങ്കര അഭിനയമായി. അപ്പോൾ പിന്നെ അങ്ങോട്ട് ഏട്ടൻ സമ്മതിച്ചു. നാടകത്തിലൊക്കെ ചേച്ചി സീരിയലിലോട്ടാണോ ഫസ്റ്റ് വരുന്നത്, സിനിമയിലാണോ ഫസ്റ്റ് ഫ്രം നാടകം? ആ സിനിമയാണ് ചെയ്തത്, ഈ പിന്നെ ചുവന്ന വിത്തുകൾ എന്ന് പറഞ്ഞ സിനിമയാണ് ചെയ്തത്. പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് പിന്നെ KTയുടെ കല്യാണം അറിയാമല്ലോ, അതൊക്കെ കഴിഞ്ഞ് പിന്നെ KTയുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ അന്ന് ദൂരദർശനേ ഉള്ളൂ, മറ്റുള്ള ചാനലുകളൊന്നും ഇല്ലല്ലോ. അവർ വന്നു, ആ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ ഡ്രാമയുടെ ഒരു കാഫർ എന്ന് പറഞ്ഞ അതിൽ ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ ഒരു കോളേജിൽ വെച്ചിട്ട് പാട്ട് സ്റ്റേജിൽ പാടുന്നുണ്ട്. ആ പാട്ടിൻ്റെ സീൻ കുറച്ച് അവർ ഷൂട്ട് ചെയ്തു. അപ്പോൾ അത് കണ്ടപ്പോൾ ദൂരദർശനിൽ പൂവമ്പഴം എന്ന് പറഞ്ഞ ടെലിഫിലിം എടുക്കാനുള്ള സമയമാണ്. അപ്പോൾ പറഞ്ഞു KT സാറിൻ്റെ വൈഫ് അഭിനയിക്കുമോ എന്ന് ചോദിച്ചു അവർ. KT സമ്മതിച്ചു, സന്തോഷം.
അങ്ങനെ ഞാൻ അതെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പൂവമ്പഴം ചെയ്യുന്നത്. അതിൽ ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ്, ആദ്യത്തെ അവാർഡ് എനിക്കാണ്. കേരളത്തിലെ TV ആർട്ടിസ്റ്റ്. അതെ, വേണുവേട്ടൻ ഏറ്റവും നല്ല നടനും. ഞാൻ അന്ന് തന്നെ ബന്ധനം എന്ന് പറഞ്ഞൊരു സീരിയലും കൂടെ ഉണ്ടായിരുന്നു, MT സാറിന്റെ. അപ്പൊ അതും രണ്ടിനും കൂടെ എനിക്ക് കിട്ടിയ. പിന്നെ ചേച്ചി സിനിമയിലേക്ക് കേൾക്കുമ്പോൾ ചേച്ചിക്ക് ബ്രേക്ക് തന്ന ഒരു ക്യാരക്ടർ ഏതാ? ബ്രേക്ക് തന്നത് ഞാൻ ധനം അല്ല, ഗോഡ് ഫാദറാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ. ധനത്തിലാണ് എനിക്ക് ഏറ്റവും നല്ല റോള് വന്നെങ്കിലും ഗോഡ് ഫാദർ കണ്ടപ്പോഴാണ് ആൾക്കാർക്ക് ഭയങ്കര ഒരൊറ്റ സീനേ ഉള്ളൂ ശരിക്കും. പിന്നെ ചേച്ചി ശരിക്കും പറഞ്ഞാൽ ചേച്ചിക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് ആണു. നല്ല എന്നാ പറയാ, ഒരു ക്യാരക്ടർ കൊടുത്താലൊക്കെ ചേച്ചി അതിനെ നല്ല അസലായിട്ട് മോൾഡ് ചെയ്ത് നല്ലോണം വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. പക്ഷെ ചേച്ചി ഭയങ്കര തിരക്കായിട്ട് വന്നിടയ്ക്ക് പിന്നെ കാണാനില്ലായിരുന്നു, അവിടെ പോയിരിക്കുന്നു. അതെനിക്ക് എപ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ നമ്മള് ചെയ്ത ഒരു സിനിമയുണ്ടല്ലോ, അതല്ല പാർവതി പരിണയം. അതെ, ഒരു ശരിക്കും ആ അമ്മയാണ് അതിൽ ശരിക്കും മെയിൻ ക്യാരക്ടർ. നല്ല ക്യാരക്ടറായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ കാലത്തേക്ക് എനിക്ക് പടമില്ല. എന്നും ഞാൻ നല്ല റോൾ എപ്പോൾ ചെയ്താലും കുറച്ച് കാലത്തേക്ക് പിന്നെ എനിക്ക് പടങ്ങള് വളരെ എനിക്കറിയില്ല. അതെന്താ എനിക്ക് മനസ്സിലായിട്ടില്ല, ഇന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു നല്ല ക്യാരക്ടർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംമാതിരി ക്യാരക്ടേഴ്സ് വരാനാണ്. അതെന്തുകൊണ്ടാ വെച്ചാല് നല്ലൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ വരുമ്പോഴായിരിക്കോ ചെയ്യാന്നുള്ളൊരു ചെറിയ തെറ്റിദ്ധാരണ വരാം. ഇപ്പോൾ ഞാൻ അടുത്ത് ചെയ്തത് അലീഫ് എന്ന് പറഞ്ഞ സിനിമ. ഇതുപോലെ മെയിൻ ക്യാരക്ടർ ഉമ്മയാണ്, ഞാനും ലെനയാണ് ചെയ്തത്. എനിക്കാണ് ശരിക്കും അതിൽ പ്രാധാന്യം. ആ പടം വന്നതിന് ശേഷം എനിക്ക് ശരിക്കും പടം കുറഞ്ഞു. അയ്യോ. അപ്പൊ അത് പിന്നെ മറ്റത് ചെറിയ റോളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും വിളിക്കുമല്ലോ. അപ്പൊ മെയിനായിട്ട് നല്ല ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അതുപോലെ ഇനിയിപ്പോ ഇതുപോലെ വല്ല തെറ്റിദ്ധാരണയായിരിക്കും ചേച്ചി ഈ പറഞ്ഞ കൂട്ട് നല്ലൊരു ക്യാരക്ടർ ചെയ്ത് കഴിയുമ്പോ ഇനി അതേപോലെ ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞത് ചിലപ്പോ അങ്ങനെയും വരാം. പിന്നെ ഇപ്പൊ സിനിമയില് അമ്മ ചേച്ചി ഒന്നും ഇല്ല. കുടുംബം പ്രാധാന്യം വളരെ കുറവാണ്, വളരെ കുറവാണ്. എനിക്കിപ്പോഴും അത്ഭുതം തോന്നുന്നത് തമിഴ് പടങ്ങൾ കാണുമ്പോൾ ഇപ്പോഴും അവർക്ക് അച്ഛൻ അമ്മ അമ്മായി എന്നൊക്കെ പറഞ്ഞ് കുടുംബ ബന്ധങ്ങളെ മാറ്റിയിട്ടില്ലാത്തൊരു കഥ അവിടെ ഇല്ല. സത്യമാണ്. ഒരു ഫംഗ്ഷൻ വരികയാണെങ്കിൽ അവർ മുതിർന്ന ആൾക്കാരെ ബഹുമാനിച്ചിട്ട് അവർ സ്റ്റേജ് കയറുള്ളൂ. നമ്മളെവിടെ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഇല്ല, ആരും ഇല്ല. കുറച്ച് നായികന്മാർ മാത്രമേ ഉള്ളൂ. കാണാൻ പോലും വിളിക്കുവോ പലപ്പോഴും എനിക്കറിയില്ല. അതാ ചേച്ചി, ഇപ്പൊ ചേച്ചി ബേസിക്കലി ഫ്രം മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാ വന്നേ. ഇപ്പൊ ചേച്ചി ഒരു നാടകം ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി ക്രിസ്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു നാടകം ഡയറക്ട് ചെയ്തു. ആ ഒരു ചേഞ്ച് കംപ്ലീറ്റ് അതെന്നെ ചേച്ചിക്ക് പെട്ടെന്ന് അത് തോന്നാൻ കാര്യം? ഡയറക്റ്റ് ചെയ്യാൻ മാത്രമല്ല എഴുതുകയും ചെയ്തു. അതെ അതെ, നാടകം. അതെന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ, നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്, ജീവിതം കാണുന്നുണ്ട്, ജനങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ സംഭവമാണത്. അപ്പോൾ ആദ്യം എനിക്കിത് നമുക്ക് അങ്ങനത്തെ ഒരു കഴിവുണ്ടോ എന്ന് ഒരാളോട് പറയുമ്പോൾ, ഞാനൊരു നാടകം എഴുതി എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ഉള്ളിൽ എന്നൊരു ചെറിയൊരു അയ്യോ അത് അങ്ങനെ വരും. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ അവിടെ ഞങ്ങളെ അസോസിയേഷനിലൊരു ഫുൾ പ്രോഗ്രാം എന്നോട് ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് മടിയുണ്ടായിരുന്നു. പക്ഷെ ഒരു കലാകാരി നിലനിൽക്ക് ഞാൻ പിന്മാറി നിൽക്കാനും പാടില്ല. അപ്പം ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം വേണമെന്ന് തോന്നി. അങ്ങനെ ഞാനൊരു ചെറിയ സ്കിറ്റ് എഴുതി. അതൊരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളൊരു ഇതാണ്. അതൊരു പട്ടാളക്കാരൻ്റെ കഥയും കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഒന്നും കൂടെ നോക്കണം, എനിക്ക് കഴിവുണ്ടോ എന്ന്. ഞാൻ ചെറിയൊരു ഒരു കഥ പോലെ എഴുതിയിട്ട് ഞാൻ കുമാരിയമ്മക്ക് അയച്ചു കൊടുത്തു. കുമാരിയമ്മക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ വായിച്ചിട്ട് എന്നെ വിളിച്ചു. ആ ചെറിയ പൈങ്കിളിയാ സംഭവം അത്. അപ്പം എന്നോട് പറഞ്ഞു, സീനത്ത് ഇനി എഴുതണം, എനിക്ക് ഇഷ്ടമായി സംഭവം എന്ന്. കുമാരിയ പറഞ്ഞു. എല്ലാം കൂടെ ഭയങ്കര സന്തോഷമായി. പിന്നെ ഈ അരമണിക്കൂർ ഇടയ്ക്കൊക്കെ അവിടെ തന്നെ എഴുതും. അങ്ങനെ എനിക്ക് തോന്നി അത് ഞങ്ങൾ അസോസിയേഷനിൽ മാത്രമാണ് ഞാൻ ചെയ്തിരുന്നത്. അവിടെ 100 ചില ഫാമിലിയേ ഉള്ളൂ. അപ്പോൾ അവിടെ മാത്രം ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ അടുത്തുള്ളൊരു ആനിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോൾ കുറ്റം പറയണമെന്നില്ല. അപ്പോൾ അവിടെ പള്ളിയിലൊരു ഇത് വന്നപ്പോൾ ഒരു പ്രോഗ്രാം വന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഒരു ഡ്രാമ ചെയ്യുമെന്ന് ചോദിച്ചു. എനിക്ക് ശരിക്കും പേടിയായി. കാരണം നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞ് വിജയിച്ചാൽ ആൾക്കാർ ഓക്കെ പറയും, അല്ലെങ്കിൽ ചോദിക്കും അറിയുന്ന പണിക്ക് പോയാൽ പോരെ എന്ന് ചോദിക്കും അല്ലേ. അതെ. അപ്പം എനിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആൾക്കാരെ തന്നെ ഞാൻ എടുത്തിട്ട് ഞാൻ അത് ചെയ്തപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ചെയ്തു. എന്നിട്ട് അച്ഛൻ എനിക്കൊരു ഗിഫ്റ്റ് കൊടുത്തു വിട്ടു. നമുക്കത് കോൺഫിഡൻ്റ് ആയി, ഭയങ്കരമായിട്ടായി. പക്ഷെ ചേച്ചിക്ക് ആ ഒരു സ്ക്രിപ്റ്റ് എഴുതാനോ അല്ലെങ്കിൽ ആ ഒരു കഥ എഴുതാനോ ഒക്കെ ഒരു പ്രചോദനമായത് KT സാറാണ്.
അത് കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ വളരെ ചെറുപ്പത്തിൽ നാടകത്തിൻ്റെ ഞാൻ നാടകം ചെയ്യുമ്പോൾ തന്നെ അത്രയും ഒരു നാടക ആചാര്യൻ എന്ന് തന്നെയാണ് പറയേണ്ടത്. അവിടെയാണ് ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പം നമ്മളത് കാണുന്നുണ്ട്, എങ്ങനെയാണ് നാടകത്തിൻ്റെ എന്താണ് നമ്മൾ അറിയുന്നുണ്ട്. അതിൽ നിന്ന് തന്നെയാണ് ശരിക്കും. അപ്പം അന്ന് ഞാൻ കേട്ടോട് ചോദിച്ചിരുന്നു. അന്ന് ഞാൻ ചെറിയ കുട്ടിയാണ്. അപ്പം ഞാൻ പറയും എനിക്കൊരു സിനിമ സംവിധാനം ചെയ്യാൻ. ഞാൻ പറയുന്ന ഇപ്പോഴാണെങ്കിൽ പറയില്ലല്ലോ സിനിമ സംവിധാനം. അപ്പം എന്നോട് പറഞ്ഞു 2 തരത്തിലുള്ള ആൾക്കാർക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞ എങ്ങനെ, തീരെ വിവരമില്ലാത്തവൾക്കും വിവരമുള്ളവർ. അതോടുകൂടി ഞാൻ വിചാരിച്ചാ എന്നാ പിന്നെ ഇനി പറയണ്ട, മിണ്ടണ്ടാന്ന്. അപ്പം ഡ്രാമ ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം സിനിമ പോലെ അല്ലല്ലോ നാടകം. നമ്മൾ നാടകത്തിൽ നിന്നാണല്ലോ വന്നത്. അപ്പൊ ചേച്ചിയോട് ഇപ്പം ഒരു നാടകമല്ല, നമുക്കൊരു സ്ക്രിപ്റ്റ് വേണം സിനിമയിലേക്ക് എന്നൊക്കെ പറഞ്ഞ ചേച്ചി അവൻ ഡയറക്ട് ചെയ്യാൻ പോവാണ് ഇപ്പം ഭാവിയിൽ. മകൻ അവൻ ചെയ്യട്ടെ. അവൻ ഡയറക്ട് ചെയ്തിട്ട് അവൻ അമ്മയോട് ഒന്ന് ചോദിക്കണം, അമ്മ എനിക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതി താമേന്ന് പറഞ്ഞ. അവൻ പറയുമെന്നല്ല, അവൻ ഇതൊക്കെ വായിച്ചിട്ടൊക്കെ ഇഷ്ടാ, അല്ലാന്നും പറയില്ല. അവന് ആദ്യത്തെ നാടകമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പൊ അവനൊരു ചെറിയൊരു 5 മിനിറ്റിന് ഷോർട്ട് ഫിലിം എടുത്തു. അവിടെ കോളേജിൽ അവർക്ക് നാഷണൽ ലെവലിൽ അവന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അവരുടെ ഒരു ഇത് വേറെ ഒരു ഇതാണ്, നമ്മുടെ പോലെ അല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ അവനെ മിസ്സാവുന്നുണ്ട് ചേച്ചി. അവനെ ഗർഭിണിയായിരുന്നപ്പോ, ചേച്ചി ഗർഭിണിയായിരുന്നപ്പോ കണ്ടതാ, പിന്നെ ഏതാണ്ട് ഒരു കുഞ്ഞായപ്പോ കണ്ടത്. അന്നത്തെ കാര്യം ആനി മറന്നൊന്നുമില്ല. പക്ഷെ ഞാൻ പറയാം, കാരണം എനിക്കത് 9 മാസമാണ്, ഏകദേശം 9 മാസമാണ്. അപ്പൊ എനിക്കാണെ ചൂട് സഹിക്കാൻ പറ്റുകയില്ലായിരുന്നു. അന്ന് നമുക്ക് അവിടെ ഒന്നും ഹോട്ടലില്ല, ഓർക്കുന്നില്ലേ? അവിടെ ഗസ്റ്റ് ഹൗസ് ആണ് ഷൊർണൂര്. അപ്പോൾ എനിക്ക് ചൂടെടുത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാനന്ന് എൻ്റെ കൂടെ നിൽക്കുന്ന സ്ത്രീ എവിടെ പോവുകയും ചെയ്തു. ഞാൻ ഒറ്റയ്ക്കായി. അപ്പം എന്നോട് ആനി പറഞ്ഞു, ചേച്ചി നമുക്ക് ഒരുമിച്ച്, ഞാൻ വന്നോളാം, പേടിക്കേണ്ട, ഞാൻ വന്നോളാം കൂട്ട് കിടക്കാൻ. അങ്ങനെ രാത്രി അവിടെ വന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ചൂടെടുത്തിട്ട് നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞു. നല്ലൊരു ഐഡിയ ഉണ്ട് ചേച്ചിന്ന്. എന്താ, കുറെ വെള്ളം എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് ഒഴിക്കാം. ഓർക്കുന്നുണ്ടോ? മറന്നോന്നറിയില്ല. നമുക്ക് വെള്ളം എടുത്തിട്ട് ഒഴിക്കാം. കട്ടിലിന്റെ താഴെ ഫുള്ള് വെള്ളം ഒഴിച്ച് നല്ല തണുപ്പ്, നല്ല ഫാനിന്റെ കാറ്റൊക്കെ വന്നപ്പോൾ നല്ല തണുപ്പ്. കുറച്ച് കഴിഞ്ഞപ്പോ എനിക്കങ്ങ് മസിൽ കയറി പിടിച്ചില്ല. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ചേച്ചി ഈ പറഞ്ഞ പോലെ ഭയങ്കര മെച്ചൂർഡ് ആയിട്ടൊന്നും അല്ല ഞങ്ങളോട് വർത്താനം പറയുന്നത്. ഇപ്പൊ ഞങ്ങളുടെ കൂടെ ആണെങ്കിൽ ചേച്ചി ഞങ്ങളുടെ കൂടെയാ. വെള്ളം ഒഴിക്കാൻ പറഞ്ഞാൽ വെള്ളം ഒഴിച്ചു കണ്ടില്ലേ. എന്നാ അയ്യോ ഒന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യരുത്, നമുക്ക് നാളെ പണിയാവുന്നൊന്നും വെള്ളോ ഒഴിക്കേ, അത് തന്നെ. പക്ഷെ ഇപ്പൊ നോക്കൂ, ചേച്ചി ഭയങ്കര മെച്ചൂർഡ് ആയിട്ട് വർത്താനം പറയുന്നത്. ചേച്ചി 3 കഥ അതൊന്നുമില്ല. പക്ഷെ ചേച്ചി ഇപ്പൊ ഇത് പറഞ്ഞില്ലേ, ഞങ്ങള് ചേച്ചി വർക്ക് ചെയ്യാൻ, നമ്മള് സ്വപ്നലോകത്തെ ബാലഭാസ്കർ വർക്ക് ചെയ്തില്ലേ ചേച്ചി, ആ സമയത്ത് ചേച്ചിക്ക് ഉള്ളിൽ എന്റെയും ഏട്ടന്റെ റിലേഷൻ നല്ലോണം അറിയായിരുന്നു. അപ്പൊ ശരിക്കും എന്നെ ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട് ചേച്ചി. ചേച്ചി ആസ് ഒരു ഫാമിലി ഗേൾ ആയിട്ട്, ഒരു കുടുംബമായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് എന്തൊക്കെ നമ്മൾ ചെയ്യണം, അത് ഒരു ഫാമിലി ആയി കഴിയുന്ന ഒരു ഡിഫറെന്റ് ആണ്, അതിന് മുമ്പ് ഡിഫറെന്റ് ആണ്. അതിന്റെ സീരിയസ്നെസ് എന്നെ ഒത്തിരി പറഞ്ഞു തന്നിട്ടുണ്ട് ചേച്ചി. ഉള്ള കാര്യം പറയാൻ ഇപ്പഴാ സത്യം എല്ലാരും അറിയുന്നത്. അതെ സത്യം. പക്ഷെ അന്ന് എനിക്കിത് ആനി എല്ലാം മറച്ചു വെച്ചിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. പകുതി മാത്രം, അതിലൊരു 1/4 ഭാഗം മാത്രം. പക്ഷെ അതിൽ ചേച്ചിനെ എനിക്ക് മനസ്സിലാക്കിയത് അതാണ്. ചേച്ചി എപ്പോഴും പറഞ്ഞിരുന്ന ആ ഒരു ഡിഫറൻസ്, അതൊരു വലിയൊരു ഡിഫറൻസാ. കല്യാണം കഴിക്കുന്നതിന് മുമ്പും കഴിച്ചിട്ടുള്ളൊരു ജീവിതം അല്ലേ ചേച്ചി, അതൊരു ഡിഫറെന്റ്. അത് നമ്മൾ ഫേസ് ചെയ്യുന്നത് ഒരുപാട് പ്രാക്ടിക്കൽ വൈസ്. ചേച്ചി പറഞ്ഞു ഒരു നല്ല ക്യാരക്ടർ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ചേച്ചിക്ക് പിന്നെ കുറെ നാളത്തേക്ക് ക്യാരക്ടേഴ്സേ കിട്ടത്തില്ല, റോളേ കിട്ടത്തില്ല. പക്ഷെ ചേച്ചി എത്ര പേർക്ക് ഡബ് ചെയ്തെന്നറിയോ? സത്യം എത്ര പേർക്കും ഇല്ല, ശ്വേതയ്ക്കാണ് കൂടുതലും ചെയ്തിട്ടില്ലേ. അപ്പൊ എത്ര ക്യാരക്ടേഴ്സിന് ലൈഫ് കൊടുത്തു. അപ്പൊ ചേച്ചിക്ക് അത് തോന്നിയിട്ടില്ലേ, ഓ ഇപ്പൊ എന്നെ വിളിക്കാത്തടത്ത് ഞാൻ ശബ്ദമൊന്നും കൊടുക്കാൻ പോകുന്നില്ല? അല്ല, അത് ശ്വേത നായിക ലെവലിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റാണ്. ശ്വേതയ്ക്ക് കൊടുക്കുമ്പോ നമുക്കത് അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ചേച്ചി ശരിക്കും ചേച്ചിക്ക് ഒരു ജീവിതത്തിൽ ഒരു ശരിക്കും ഒരു മാറ്റം വരണ്ടേ? അഭിനയത്തിലൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാനും ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് വരുന്നില്ലല്ലോ. ഉറപ്പായിട്ടും വരും. ഇപ്പൊ നോക്കിക്കോ, വല്ല തമിഴിലും പോയാൽ കിട്ടുമായിരിക്കും നല്ല ക്യാരക്ടർ. ചേച്ചി തമിഴ് വർക്ക് ചെയ്തിട്ടില്ല? ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ മലയാളം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ പിന്നെ എന്തായാലും ഉറപ്പായി ഇനി തമിഴിലൊക്കെ ചേച്ചി ട്രൈ ചെയ്താൽ ചിലപ്പോ. കാരണം അവിടെ അമ്മ റോൾ എടുക്കുന്നവര് ഒന്നുകിൽ നായിക ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്, ഈക്വൽ ഇമ്പോർട്ടൻസ്. അപ്പൊ അവർക്ക് അത്ര പ്രാധാന്യം, അത്ര കാശും കൊടുത്താൽ മാത്രമേ അവര് ചെയ്യുള്ളൂ. അപ്പൊ ശരിക്കും അവിടെ സ്കോപ്പ് ഉണ്ട്. ചേച്ചി ഒന്ന് ട്രൈ ചെയ്തെന്താ ചേച്ചി? ഞാൻ ട്രൈ ചെയ്യില്ലല്ലോ, അതല്ലേ ഏറ്റവും വലിയ ദോഷം. എന്റെ ഏറ്റവും വലിയ ഇപ്പൊ സിനിമ കുറഞ്ഞു എന്ന് പറയാൻ ഒരു കാരണം, ശരിക്കും ഞാൻ സിനിമയ്ക്ക് പറ്റിയ ആളാണെന്ന് ചോദിച്ചാൽ ഞാൻ അല്ലാന്നേ പറയുള്ളൂ. ഞാൻ ഒരിക്കലും സിനിമയ്ക്ക് പറ്റിയ ഒരാളല്ല. അങ്ങനെയാണ് എൻ്റെ ഒരു ക്യാരക്ടർ. അതാണ് സിനിമ എന്ന് പറഞ്ഞാൽ എനിക്കറിയാമല്ലോ, സ്വയം ഒന്ന് കുറച്ചൊന്ന് ക്യാൻവാസ് ചെയ്യണം, മാർക്കറ്റ് ചെയ്യണം. അത് എനിക്കറിയില്ല.
എനിക്ക് അതിന്റെ ബ്ലഡിൽ ഇല്ല. ഓക്കെ, എന്തായാലും ചേച്ചി കുറെ വർത്താനായി, ഞാനൊന്ന് വിളമ്പട്ടെ. ഇതിന്റെ രുചി ചേച്ചിയോട് പറഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഉള്ളത് വെട്ടി തുറന്ന് പറയുവേ. ആഹാരം ഒന്ന് വിളമ്പട്ടെ. ഉള്ളതുപോലെ പറയുന്നതാ. ഇതെന്തായാലും നല്ലതാണ്, കണ്ടാൽ തന്നെ അറിയാം. പിന്നെ ഉണ്ടാക്കുന്നത് പല എപ്പിസോഡിൽ നമ്മൾ കാണുന്നതാണ്. ഞാൻ സ്ഥിരം കാണാറുണ്ട്. ആ ഒരു ഭാഷയും ഇച്ചിരി 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 എന്നൊക്കെ ഉള്ള. പുളിയും അത്യാവശ്യത്തിന് മീനിന്റെ ആയിട്ടില്ല. മറ്റേ ചിലർ വെക്കുമ്പം എരിവുണ്ടാവില്ല, അല്ലെങ്കിൽ പുളി ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതെല്ലാം കറക്റ്റാ, നല്ല ടേസ്റ്റ്. പക്ഷെ മീൻകറിയിൽ നമ്മൾ ഇടുന്ന അല്ലാത്ത വേറെന്തോ ഇതിലുണ്ടല്ലോ, എന്താ ഇത് മാൽവാനി മസാല പൗഡർ എന്ന് പറയും ചേച്ചി. അത് നമ്മൾ ഉണ്ടാക്കണം. അത് കുറച്ച് നമ്മുടെ സ്പൈസസ് ഇല്ലേ, അതായത് പട്ട, ഗ്രാമ്പൂ, അതൊക്കെ ഇച്ചിരി 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 ചേർത്തേച്ച് ഒരു ചിക്കൻ കറിയുടെ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഡിഫറെന്റ് ടേസ്റ്റ്. ചേച്ചി അതുപോലെ ചേച്ചി ഒരു കുക്കറി ഷോ ചെയ്തില്ലേ? അതെ, കുക്കറി ഷോ അല്ല, ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടുള്ള അവരെ കൊണ്ട് കുക്ക് ചെയ്യിക്കുന്ന ഒരു സംഭവം മലയാള ചാനലുകളിൽ ആദ്യം ചെയ്തത് ഞാൻ. വെരി ഗുഡ്. അത് അത്യാവശ്യം വിജയിച്ചു. പിന്നെ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. ചേച്ചി ഇപ്പൊ ശരിക്കും നാടകമൊക്കെ ഒരുപാട് നമ്മുടെ മനസ്സിൽ നിന്ന് ഇപ്പൊ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ഒന്നും അറിയത്തില്ല നാടകം എന്നാന്ന്, ഒന്നും അതിനെപ്പറ്റി ആരും ഒരു എൻകറേജ്മെന്റ് ഇല്ല. ചേച്ചി പക്ഷെ ഇപ്പോഴും സ്റ്റിൽ നാടകത്തിന് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, നാടകം എഴുതുന്നുണ്ട്, നാടകം വർക്ക് ചെയ്ത ഒരു ആളാണ്. അതെ, എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് ഇത് ചെയ്യാൻ ടൈം കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ബിസി അല്ലല്ലോ. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് വയസ്സായി പോയില്ലേ. അപ്പൊ അത് പിന്നെ നമുക്ക് അറിയുന്നതും കൂടി ആകുമ്പോൾ അത് ചെയ്യാം എന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ കേട്ടിടാൻ ഒരു സ്വന്തം ലേഖകൻ എന്ന് പറഞ്ഞ നാടകം ഞങ്ങൾ ഈ കഴിഞ്ഞ 5-ാം തീയതി അവതരിപ്പിച്ചു. പിന്നെ ഞങ്ങൾ കുറേ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വന്ന കുറേ കലാകാരന്മാർ, കലാശാല ബാബുചേട്ടൻ, പിന്നെ കുളപ്പള്ളി ലീല ചേച്ചി, പിന്നെ കൊച്ചു പ്രേമേട്ടൻ, ഞാൻ, അതിപ്പോ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നാടകം നമുക്കൊരു വന്നു കഴിഞ്ഞാൽ കാണാൻ ഇഷ്ടംപോലെ ജനങ്ങളുണ്ട്, നല്ല ജനം ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, ചേച്ചി തിരിച്ച നാടകമൊക്കെ ഒരുപാട് എൻകറേജും പ്രൊമോട്ടും ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമാണ്. അതും ഒരു സ്ത്രീ ഇത്രയും ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വരിക എന്ന് പറയുന്ന വലിയൊരു അപ്രിസിയേഷൻ ഉള്ള ഒരു കാര്യം തന്നെയാണ്. ഷുഡ് അപ്രിഷിയേറ്റ് യു ചേച്ചി. താങ്ക് യു. പിന്നെ ഇപ്പൊ നാടകത്തിന് വേറൊരു മുഖച്ഛായ മാറിപ്പോയി. മോഹൻലാൽ വന്നതോടുകൂടി ഡ്രാമയ്ക്കൊരു ഭയങ്കര വ്യത്യാസം വന്നു. ആൾക്കാർക്ക് നാടകം നല്ലതാണ്, മനസ്സിലായില്ലേ? അത് മോഹൻലാലിനെ പോലെ ഇത്രയും സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരാൾ നാടകം ചെയ്യാറുമ്പോൾ നാടകം ഇന്നത്തെ ജനറേഷൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്തായാലും ചേച്ചി പുതിയ പ്രോജക്ട്സ് പുതിയതിനി വന്നിട്ട് വേണം. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന അമൃത ചാനലിൽ തന്നെ ഒരു ജാഗ്രത എന്ന് പറഞ്ഞ സീരിയലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒരു ഇതാണ് ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നത്, തീരാനായി. അത് നല്ല രീതിയിൽ വരുത്തണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക കേരളം ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ. കാരണം അവരുടെ ഇന്റർവ്യൂവും അതും ഇതും കാണുമ്പോൾ എൻ്റെ മനസ്സിന് ഒരുപാട് വേദന തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ സാധാരണ എന്ത് ചെയ്യും? നമുക്കൊരു കുട്ടി അങ്ങനെ ജനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്വന്തം അമ്മമാര് പോലും അവരെ ശപിക്കുന്ന ഒരു ഘട്ടം വരികയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം മറ്റുള്ളവരാണ് അവരെ പരിഹസിക്കുന്നത്. സത്യം, മനസ്സിലായില്ലേ? അപ്പോൾ അത് ജനിച്ചു കഴിയുന്ന ആ ഒരു വീടിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെയും മാനസികാവസ്ഥ, അപ്പോൾ അവരെ ചൂഷണം ചെയ്യുന്നതും ആണുങ്ങളാണ്. ശരിക്കും അവരുടെ മനസ്സാണ് ഒരു സ്ത്രീയുടെ, ശരീരം പുരുഷൻ്റെയും. അപ്പോൾ അതെന്നെ ഭയങ്കര വേദനിപ്പിക്കുന്നൊരു സംഭവമാണ്. അത് ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട്. അത് അടുത്ത് തന്നെ ഞങ്ങൾ രംഗത്ത് അവതരിപ്പിക്കും. അതിനെയൊക്കെ വരണം. പിന്നെ തീർച്ചയായിട്ടും വരും. ഞങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും പ്രോത്സാഹനം ചേച്ചിയുടെ എന്നും